ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടിപ്പൂസ് വൈറ്റർ അല്ല പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ 2 വർഷമായി നമ്മൾ എന്തായാലും CPUവിൽ റെസ്റ്റിലായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ വണ്ടി ആക്സിഡൻ്റ് ആയി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടായിരുന്നു നമ്മളെ വണ്ടിയും കയറിയ ആക്സിഡൻ്റൊക്കെ തന്നെ ആയത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ 2 വർഷമായിട്ട് നമ്മൾ കിടപ്പിൽ, അതായത് റെസ്റ്റിലായിരുന്നു. അപ്പോൾ നമ്മൾ ലുക്കൊക്കെ നമ്മൾ മാറ്റി നമ്മളെ താടിയൊക്കെ അങ്ങ് വീട്ടി കളഞ്ഞിട്ടുണ്ട്. നമ്മളെ വണ്ടി ആകെ ഇടിച്ച് പൊളിഞ്ഞ് ഇതായി കിടക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് സെറ്റാക്കണം. നമ്മുടെ ഗാരേജിൽ, സിറ്റിയിലെ ഗാരേജിൽ നമ്മൾ അത് അവിടെ ഉണ്ട്. അപ്പം അങ്ങോട്ട് പോകണം. അപ്പം ഇത് നമ്മുടെ വണ്ടിയാണ് കേട്ടോ, നമ്മളെ ആദ്യത്തെ വണ്ടിയാണ്. അത് നമ്മൾ പണിഞ്ഞെടുത്തതായിരുന്നു. അത് ആകെ സീനായി കിടക്കായിരുന്നു, പൊളിഞ്ഞപ്പോൾ ഇതൊക്കെ നമ്മൾ സെറ്റാക്കി പണിഞ്ഞെടുത്ത് വെച്ചായിരുന്നു. ആക്സിഡൻ്റൊക്കെ തന്നെ മുന്നേ ആയിരുന്നു. അപ്പോൾ നമുക്ക് കാലം ഉപയോഗിക്കാൻ വേണ്ടി നമ്മളവിടെ കൊണ്ട് ഇട്ടേക്കുന്നതാണ്. ബെഡായിട്ട് പണിഞ്ഞതാണ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ലംബോർഗിനി അന്ന് പുതിയതായിട്ട് എടുത്ത വണ്ടിയാണ്. പക്ഷെ അന്ന് തന്നെ നമുക്ക് നമ്മുടെ ശ്രദ്ധക്കുറവ് കാരണം ആക്സിഡൻ്റ് ആയി. സംഭവം പറഞ്ഞാൽ നമ്മൾ വണ്ടി ഒരു മണ്ണിൻ്റെ ഒരു ഭാഗത്ത് കയറി. അപ്പോൾ നമ്മൾ ഫോൺ ജസ്റ്റ് നോക്കിയപ്പോൾ വണ്ടി നേരെ പോയി. നമ്മൾ ഫോണിൽ ശ്രദ്ധ ആയതുകൊണ്ട് നമുക്ക് നോക്കിയില്ല. അപ്പോൾ തന്നെ വണ്ടി നല്ല സ്പീഡിൽ പോയിട്ട് നല്ല സ്കിഡായി വളഞ്ഞപ്പോൾ നമ്മൾ ഒരു ആക്സിലേറ്റർ, അത് ബ്രേക്കിന് ഒരു ആക്സിലേറ്ററാണ് ചവിട്ടിയത്. അതായിരുന്നു പ്രശ്നം വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിക്ക് അത്യാവശ്യം നല്ല പണി കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എൻജിൻ കയറിൽ ഡാമേജ് ചെയ്യണമെന്ന് സംശയമുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇപ്പം നേരെ നമ്മളെ ഗാരേജിൽ പോകാം. ഗാരേജിലാണ് നമ്മളെ വണ്ടി കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ. നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ഇപ്പോൾ പണിഞ്ഞിട്ടേക്കണതാണ്. പെട്ട വണ്ടിയാണ് ഈ ഒരു വണ്ടി. ഈ ഒരു പ്രശ്നം പറഞ്ഞാൽ എൻജിൻ അത്ര ട്യൂണ്ടല്ല. നമ്മുടെ സ്റ്റിക്കർ വർക്കാണ് കൂടുതൽ ചെയ്യണേക്കണം. എൻജിൻ അത്ര ട്യൂണ്ടല്ല. അതുപോലെ തന്നെ വണ്ടി നല്ല രീതിക്ക് താഴ്ത്തിയിട്ടുണ്ട്. അത് കാരണം റോട്ടിൽ മുട്ടുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ശരിയാക്കണം. പിന്നെ നമുക്കിപ്പോൾ നമ്മുടെ ഗാരേജിലോട്ട് വിടാം. നമ്മുടെ ഗാരേജ് ഇവിടെ ആയിട്ട് വരും. ഇവിടെയാണ് നമ്മളെ ഗാരേജ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ നമ്മുടെ ഗാരേജിലേക്ക് പോകണം. ഈ ഒരു വണ്ടിക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളത് ഈ ഒരു വണ്ടി നേരെ കൊണ്ട് നമ്മളെ ഗാരേജിൽ ഇടാൻ പോവാണ്. ആ ഒരു ഗാരേജിൽ ഇട്ടിട്ട് അവിടെ റെഡി ആക്കി കിട്ടുള്ളൂ മെക്കാനിക്ക്. നമ്മുടെ മറ്റേ വണ്ടി നമുക്ക് ശരിയാക്കണം. അതിനെന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് പൈസ പൊട്ടും കേസ്. ഇപ്പോൾ ആകെ ഒരു 1 lakh ഉള്ളൂ. അപ്പോൾ എന്തായാലും ആ ഒരു 1 lakh ഒന്നും തികയത്തില്ല. നമുക്ക് കുറേ പൈസ വേണ്ടി വരും. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ കത്തിച്ച് വിടാം. നമ്മൾ സിറ്റിയിലോട്ട് പോകണം. ഇവിടെ കയറട്ടെ. നമ്മൾ പൈസ ഇപ്പോൾ 1 lakh ഉള്ളൂ. ഇനി പാർട്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ അത്യാവശ്യം പൈസ സെറ്റാക്കി തരും. അതായത് ഇപ്പോൾ നേരെ കഴിച്ചിട്ടാണ് നമ്മൾ സിറ്റിയിലോട്ട് പോവാം. ഏതോ നമ്മൾ സിറ്റിയിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ഗാരേജിലേക്ക്. നമ്മുടെ വണ്ടി ഇവിടെ അങ്ങനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിപ്പയർ ചെയ്യണം. നമ്മുടെ വണ്ടി ജസ്റ്റ് വരുന്ന വഴി ഒന്ന് തട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് വളച്ച് നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടൊന്ന് കിട്ടാം കേട്ടോ നമ്മളെ വണ്ടി. നമ്മൾ ബാക്ക് എടുത്ത് നൈസായിട്ട് കൂടി കിട്ടാം. ഒന്ന് വർക്ക് ചെയ്തോളും. ഒരു അടിമുട്ടണ ഒരു പ്രശ്നം ശരിയായിക്കോളും. ഈ സമയം നമ്മളെന്തായാലും ഇവിടെ എത്തി കഴിഞ്ഞ് കുറച്ച് ഇവിടെ വെയിറ്റ് ചെയ്യാൻ ഈ സമയം. സമയം അവനെ വിളിച്ചു നോക്കിയിട്ടുണ്ട്. ഇവിടെ ഇത്രയും വെയിറ്റ് ചെയ്തിട്ട് കണ്ടില്ലാണ്. അതിനാണ് വിളിച്ചു നോക്കിയത്. കാരണം നമ്മളെ ഫ്രണ്ടാണ് നമ്മൾ ഇത്രയും റെസ്റ്റിലായിരുന്നപ്പോൾ നമ്മുടെ വണ്ടി കയറി നോക്കിയിരുന്നത്. ഫ്രണ്ട് പറഞ്ഞു വെച്ചാൽ നമ്മുടെ വണ്ടി ഒരു കണ്ടെയ്നറിൻ്റെ ബാക്കിൽ ഉണ്ട്. ഇവിടെയാണ് നമുക്ക് എന്തായാലും ഇവിടെയൊക്കെ അപ്പുറത്തെ കണ്ടെയ്നറിൻ്റെ അവിടെ ഇല്ല തോന്നുന്നു. ടേസ്റ്റ് ഓക്കെ അവിടെ ഇല്ല കേസ്. നമുക്ക് എന്തായാലും ഇവിടെ ഇല്ല അവിടെ ഇല്ല കേസ്. നമുക്ക് എന്തായാലും അപ്പുറത്തെ കണ്ടെയ്നറിൻ്റെ ബാക്കി നോക്കി നോക്കാം. ട്രക്കിൻ്റെ ബാക്കിലാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെയാണോ ഇനി ഇതിൻ്റെ ബാക്കിലാണോ? ഓക്കെ, ഇവിടെ ഇല്ല കേട്ടോ. വണ്ടി എന്നാലും ഇടിച്ച് പൊളിച്ചെന്നാ പറഞ്ഞു. ഓക്കെ നമ്മളെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. എൻ്റെ മോനെ പുകയൊക്കെ കറുത്ത പുക വന്ന് നമ്മളെ ബാക്കൊക്കെ ആകെ ഇടിച്ച് പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ നമ്മളെ ഫ്രണ്ട് ഭാഗമൊക്കെ ഇടിച്ച് പൊളിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇടിച്ചപ്പോൾ തന്നെ ബോധം പോയി. നമ്മളെ വണ്ടി ബ്രേക്കിന് ഒരു ആക്സിലേറ്ററാണ് നോക്കിയത്. അപ്പം തന്നെ നല്ല രീതി അത് ബാരിക്കേഡുമ്പോൾ കൊണ്ട് ഒറ്റ ഇടിയായിരുന്നു. അപ്പം തന്നെ നമ്മളെ ബോധവും പോയി. എൻ്റെ മോനെ നമ്മളെ വണ്ടിക്ക് അത്യാവശ്യം നല്ല സീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ.
അതായത് ഇത് ശരിയാക്കാൻ നല്ല രീതിക്ക് പൈസ കളയുന്ന പൊട്ടും കേസ് ഉറപ്പാണ്. എൻജിനൊക്കെ കുറച്ച് എന്തോ ഡാമേജ് ഉണ്ട്, അതാണ് പുകയൊക്കെ വരണത്, ഇങ്ങനത്തെ പുക. എൻ്റെ മോനെ വണ്ടി പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടി എന്തായാലും നമുക്ക് ഇപ്പോൾ തൽക്കാലം റെഡിയാക്കാം. എൻ്റെ മോനെ വണ്ടിക്ക് നല്ല രീതിക്ക് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ എന്ത് ചെയ്യുന്നൊരു വീടില്ല. എൻജിന് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്, നമ്മളെ എക്സോസ്റ്റൊക്കെ മാറ്റണം. എന്തായാലും നമ്മൾ ഉള്ള പൈസ വെച്ച് നമുക്ക് അത്യാവശ്യം പാർട്സ് വാങ്ങാം. എന്തായാലും ഡിലേ ആകാൻ വണ്ടിയുടെ വർക്ക് എന്തായാലും നല്ല രീതിക്ക് കിട്ടിയില്ല, നമ്മളെ അധികം പൈസ കാര്യങ്ങളൊന്നും ഇല്ല. എൻ്റെ മോനെ നമ്മൾ എന്ത് എന്തായാലും കാഞ്ചാനെ വിളിച്ചു നോക്കാം. ഇത് അവനെ വിളിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളോട് വെയിറ്റ് നമ്മളെ താറും കയറലും വിടാം, നമ്മളെ ടാറുണ്ട് അത് അവന് വിടാം. എന്നിട്ട് നമുക്ക് നേരെ പോയിട്ട് ഈ ഒരു വണ്ടി അവിടെയൊക്കെ ഇട്ടുക. അതിൻ്റെ പാർട്സും കാര്യം അവൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ആ ഒരു പോർട്ടിൽ, അവിടെ നിന്ന് പോയിട്ട് നമ്മളോട് എടുക്കാൻ പറഞ്ഞേക്കണത്. അപ്പോൾ നമ്മുടെ താറ് അവൻ്റെയിലാണ് ഉള്ളത്. അപ്പോൾ അവൻ നമ്മളെ താറ് ഇങ്ങോട്ട് വിടാന്ന് പറഞ്ഞ ആരെയും കൊടുത്തു വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. അവനെന്തോ ഒരു കാര്യത്തിന് ഇവിടെ പോയേക്കാണ്. അപ്പോൾ നമ്മളാ ഒരു ഗരേജ് വാങ്ങുമെന്ന് പറഞ്ഞില്ലേ നമ്മുടെ ട്രോപ്പിക്കില്ല, അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് പോയേക്കാണ്. അപ്പോൾ അവൻ വേറെ കുറച്ച് ആൾക്കാരുണ്ട്, 2 വണ്ടി ഉണ്ട്. ഒരു വണ്ടി അവൻ വിടാന്നാണ് പറഞ്ഞേക്കണം. എൻജിനൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മളെ വണ്ടി ഇവിടെ ഇടാത്ത അതിനായിട്ടുള്ള പാർട്സ് വാങ്ങാനായിട്ട് നമുക്ക് പോകണം. അപ്പോൾ നമുക്ക് നമ്മൾ താറ് വിടാന്ന് പറഞ്ഞിട്ട് നമുക്ക് അതായത് വെയിറ്റ് ചെയ്യാട്ടോ ഇവിടെ നിന്ന് അവൻ വരണേ. ഇത് നമ്മളെ താറ് കൊണ്ടുവന്ന ആൾ പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ താറ് അവൻ്റെ കയ്യിലായിരുന്നു ഇത്ര ആൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് പോർട്ടിക്ക് ഒക്കെ ഇതിലാണ് കേട്ടോ പോവാൻ പോർട്ടിക്ക്. ഞാൻ നേരെ പോർട്ടിലോട്ട് വിടാട്ടാ. പോർട്ടിലോട് അടുത്ത് തന്നെയാണ്, അതൊരു ഷോർട്ട് കട്ടാണ്, സുഖമായിട്ട് പോയി വരാം. ഓക്കെ പോർട്ടിൽ സാധനങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളെ താറിൻ്റെ ഒരു കാജറൊക്കെ സെറ്റ് നമുക്ക് കൊണ്ടുപോകട്ടോ. അതിൻ്റെ ബാക്ക് വെക്കാൻ അത്ര സ്ഥലമില്ല, എവിടെയാണെന്ന് വീടിയില്ല. എന്തെങ്കിലും എവിടെയാണ് ഇപ്പോൾ ഒന്നും ഒരു കണ്ടെയ്നറിലാണോ ഇല്ല. നമുക്ക് ഈ കണ്ടെയ്നറാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ഇതിലേതെങ്കിലും നമുക്ക് പരിശോധിച്ച് നോക്കാം, ഇതിലെവിടെയെങ്കിലും ആയിരിക്കും. ഓക്കെ ഇവിടെ ഇതിൽ നമുക്ക് ആ ഒരു വണ്ടി ഇത് കിട്ടിയിട്ടില്ല, നമ്മളെ കാർഗും എല്ലാം നമ്മളെ പാർട്സും കാര്യങ്ങളും അത്യാവശ്യം ഇതിനാണ് ഉള്ളത്. ഓക്കെ ഇതിൽ നമുക്ക് അത്യാവശ്യം പാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടി കുറച്ച് സ്ലോ ഉണ്ട്, കാരണം ആ ഒരു വണ്ടിയിൽ സാധനങ്ങളുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. വണ്ടിക്ക് താങ്ങുന്നുണ്ടെന്ന് അറിയില്ല. നമ്മളെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഈ ഒരു കാരിയറിലാക്കിയാണ് നമ്മൾ കൊണ്ടുവന്നത്. ഓക്കെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം സാധനങ്ങളുള്ളൂ. നമ്മൾ ആകെ 1 lakh ഉണ്ടായുള്ളൂ, ഇപ്പോൾ അത് മാറി 1000 ആയിട്ടുണ്ട്. 1 lakh മത്തി പൊട്ടിയിട്ടുണ്ട്, 1000 ആണ് നമ്മളിപ്പോൾ ആകെ ഉള്ളത്. ഓക്കെ നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യട്ടെ. ഇതൊക്കെ നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ അപ്പം നമ്മൾ വണ്ടി കൊണ്ടുവന്നുണ്ട്. അപ്പം എന്തായാലും അവനോട് വിളിച്ച് പറയാട്ടെ കേസ്, നമുക്കൊന്ന് വിളിച്ചു പറയാം അവനടുത്ത്. ഇതാണ് നമ്മളവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും